الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുന്നത്. يقول الله عز وجل وخلق الإنسان ضعيفا. മനുഷ്യൻ അങ്ങേയറ്റം ദുർബലനായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഏറെ വേദനിപ്പിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുടെ ജീവൻ നഷ്ടമായ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുകയാണ്, ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അനിവാര്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഏതാനും കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുവാൻ മനുഷ്യന് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അവിടെയാണ് എത്രമാത്രം വളർന്നാലും അവസാനമായി വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യ നീ ദുർബലൻ തന്നെയാണ് എന്നുള്ള വചനം നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത്. يقول الله عز وجل يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. അല്ലയോ മനുഷ്യരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തന്നെയാകുന്നു അങ്ങേയറ്റം ദുർബലരും, റബ്ബിനോട് എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ളവരും. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാകട്ടെ, അവൻ യാതൊരുവനെയും യാതൊന്നിനെയും ആവശ്യമില്ലാത്തവനാണ്. മനുഷ്യനെപ്പോഴും സൃഷ്ടാവിന് ആവശ്യമാണ് എന്നും ആ സൃഷ്ടാവിങ്കിലേക്ക് അവൻ ഖേദിച്ച് മടങ്ങേണ്ടവനാണ് എന്നും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു. قال الله عز وجل وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ راجعون. وَلَنَبْلُوَنَّكُمْ, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി, ഭയം കൊണ്ടുള്ള പരീക്ഷണം. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, വിശപ്പ് കൊണ്ടുള്ള പരീക്ഷണം. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്,
സമ്പത്തിന്റെ നഷ്ടം കൊണ്ടുള്ള പരീക്ഷണം, ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ വേർപാട് കൊണ്ട് അൻഫുസ് കൊണ്ടുള്ള പരീക്ഷണം, വസ്സമറാത്ത് കൃഷിനാശം കൊണ്ടുള്ള പരീക്ഷണം. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. വബശ്ശിരിസ് സാബിരീൻ, അത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമ അവലംബിക്കുകയും ആ ഒരു പരീക്ഷണ ഘട്ടത്തിൽ ഇതെനിക്ക് റബ്ബ് നൽകിയ പരീക്ഷണമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് സ്വബർ കാണിക്കുകയും ചെയ്യുന്ന മനുഷ്യനാരോ അവർക്ക് തീർച്ചയായും സന്തോഷ വാർത്തയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുസീബത്ത് അവർക്കുണ്ടായാൽ അല്ലദീന ഇദാ അസാബത്ഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. വലിയ പരീക്ഷണമാണ്, താങ്ങാൻ സാധിക്കുന്നതിലും അപ്പുറമാണ്. പക്ഷെ വിശ്വാസിയായ ഒരു മനുഷ്യൻ പറയും, അല്ലദീന ഇദാ അസാബത്ഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി, നമ്മളെല്ലാവരും പ്രപഞ്ച സൃഷ്ടാവിന്റെ സൃഷ്ടികൾ മാത്രമാണ്, നമ്മളെല്ലാവരും അവനുള്ളതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവൻ നിശ്ചയിക്കുന്ന നിർണയിക്കുന്ന സമയത്ത് നമ്മളൊക്കെ അവനിലേക്ക് മടങ്ങേണ്ടവരുമാണ് എന്നൊരു വിശ്വാസി പറയുമെന്നാണ്. ആ പറയുന്ന മനുഷ്യനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. എത്ര കഠിനമായ പരീക്ഷണം നേരിടുമ്പോഴും നമ്മളൊക്കെ റബ്ബിനുള്ളവനാണല്ലോ, റബ്ബിലേക്ക് മടങ്ങുന്നവരുമാണ് എന്ന് കരുതി ക്ഷമിക്കുന്ന ആ ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനവും കാരുണ്യവും ഇറങ്ങുന്നതാണ് എന്ന് മാത്രമല്ല, വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാകുന്നു സന്മാർഗദർശികൾ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തസാക്ഷികളെ കുറിച്ച് പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അപകടങ്ങളിലൂടെ ചില മനുഷ്യർക്ക് വലിയ ദറജ നൽകിയേക്കാം. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم الشهداء خمسة. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്ത കൂടിയാണ്. അശ്ശുഹദാ ഖംസത്തുൻ, 5 പേരാണ് രക്തസാക്ഷികൾ എന്ന് പറയുന്നത്. അൽ മത്ഊനു, പകർച്ചവ്യാധികൾ ബാധിച്ചുകൊണ്ട് മരിക്കുന്ന മനുഷ്യൻ. വൽ മബ്തൂനു, വയറിന് അസുഖം ബാധിച്ച് മരിക്കുന്ന മനുഷ്യൻ. വൽ ഗരീഖു, മുങ്ങി മരിക്കുന്ന മനുഷ്യൻ. വസാഹിബുൽ ഹദ്മി, എന്തെങ്കിലും തകർന്നുകൊണ്ട് അതിനടിയിൽപ്പെട്ടുകൊണ്ട് മരിക്കുന്ന മനുഷ്യൻ. അല്ലേ, തലേ ദിവസം സന്തോഷത്തോടുകൂടി മക്കളോടൊപ്പം വളരെ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങിയ ആളുകൾ മരിച്ചു വീണ് പിന്നീട് അവരുടെ മയ്യത്തെടുക്കുന്നത് പോലും മറ്റുള്ള നാടുകളിൽ വെച്ചാണ്. പലരെയും ഇന്നും കിട്ടിയിട്ടില്ല. എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വസാഹിബുൽ ഹദ്മി, എന്തെങ്കിലും തകർന്നുകൊണ്ട് അതിനടിയിൽപ്പെട്ട് മരിക്കുന്ന മനുഷ്യൻ ഷഹീദാണ്. മാത്രമല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വശഹീദു ഫീ സബീലില്ലാഹ്, സന്മാർഗത്തിന് വേണ്ടി നിലകൊണ്ട് ആ മാർഗത്തിൽ അതിനുവേണ്ടി മരിക്കുന്നവനായ മനുഷ്യനും ജീവൻ ബലിയർപ്പിക്കുന്നവനും അവനും ഷഹീദാണ് എന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരങ്ങൾക്ക് ഷഹാദത്തിന്റെ പ്രതിഫലം നൽകട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം, പ്രാർത്ഥിക്കാം. മാത്രമല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, عن أبي يحيى صهيب بن سنان رضي الله عنه قال قال رسول الله صلى الله عليه وسلم عجبا لأمر المؤمن إن أمره كله له خير وليس ذاك إلا لمؤمن. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇത്തരം പരീക്ഷണ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അവന്റെ മനസ്സ് പതറിപ്പോകുകയില്ല. അതിന്റെ കാരണം എന്താണ്? കാരണം അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവന്റെ നന്മക്ക് വേണ്ടിയാണ് എന്ന് അവൻ വിശ്വസിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും ഖുൽ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എനിക്ക് വിധിച്ചതല്ലാതെ എനിക്ക് സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നുവെങ്കിൽ, ഇതെനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു എനിക്കതിലൂടെ ഒരു നന്മ നിശ്ചയിച്ചിട്ടുണ്ടാകുമെന്ന് കരുതാൻ അവന് സാധിക്കുന്നുവെങ്കിൽ
വലൈസ ദാക ഇല്ലാ ലിമുഅ്മിൻ, യഥാർത്ഥ വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനല്ലാതെ ആ ഒരു സമാധാനം അടയുവാൻ സാധിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇൻ അസാബത്ഹു സറാ ശകറ ഫകാന ഖൈറൻ ലഹ്, ജീവിതത്തിൽ ഒരു അനുഗ്രഹം ലഭിച്ചാൽ അവൻ മതിമറന്ന് സന്തോഷിക്കുകയില്ല, മറിച്ച് ശകറ, അവൻ അതിന് നന്ദി കാണിക്കും, അൽഹംദുലില്ലാ എന്ന് പറയും, അതവന് ഖൈറായി തീരുന്നു. വഇൻ അസാബത്ഹു ദർറാ സബറ ഫകാന ഖൈറൻ ലഹ്, ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടായാൽ, ഒരു വിഷമമുണ്ടായാൽ, താൻ ഏറെ സ്നേഹിച്ച ആളുകളുടെ മയ്യത്ത് സ്വന്തം കൈകൾ കൊണ്ട് മറവ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാലും അവനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവൻ ക്ഷമിക്കുകയും, എല്ലാം റബ്ബിൽ നിന്നാണ്, അല്ലാഹുവേ ക്ഷമിക്കുവാനും നിന്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനുമുള്ള തൗഫീഖ് എനിക്ക് നൽകണമേ എന്നുള്ള തേട്ടമാണ് അവന്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ അതും അവന് നന്മയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. പല ആളുകളും ചോദിക്കുകയാണ്, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാൻ അളക്കപ്പെടുന്ന സമയമാണ്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വന്നെത്തുമ്പോ റബ്ബി എന്തിന് ഞങ്ങളോട് ഇത് ചെയ്തു എന്ന് ചോദിക്കുന്ന മനുഷ്യർ ഇല്ല. മനുഷ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം കൊണ്ട് പരീക്ഷിക്കപ്പെടും, ദുഃഖം കൊണ്ടും നിങ്ങൾ പരീക്ഷിക്കപ്പെടും. വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യാത്ത് ലഅല്ലഹും യർജിഊൻ, അവരെ നന്മകൾ കൊണ്ട് നാം പരീക്ഷിച്ചു, അതുപോലെ തന്നെ പ്രയാസങ്ങൾ കൊണ്ടും നാം അവരെ പരീക്ഷിച്ചു. ലഅല്ലഹും യർജിഊൻ, എല്ലാത്തിലും അവർ ഉൾക്കൊള്ളേണ്ട പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, അവന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രമാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് അവനുണ്ടാകാനും ആ പ്രപഞ്ച സൃഷ്ടാവിലേക്ക് മുഴുവൻ മനുഷ്യരും മടങ്ങുന്നതിന് വേണ്ടിയും അത്രേ അത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വനബുലൂഹും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, അവർക്ക് ഷർറ് കൊണ്ടും അവർക്ക് ഖൈറ് കൊണ്ടും പരീക്ഷണം ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരാകണം. പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലും ക്ഷമിക്കുവാനും ഇതെന്റെ റബ്ബിൽ നിന്നുള്ള പരീക്ഷണമാണ്. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, അല്ലാഹുവേ എനിക്കെന്റെ ഈ പ്രയാസത്തിൽ നീ പ്രതിഫലം നൽകണമേ, അതിനേക്കാൾ നല്ലത് എനിക്ക് നൽകണമേ. വിട പറഞ്ഞു പോയ ആളുകൾക്ക് അല്ലാഹുവേ അവരുടെ പരലോകം നീ നന്നാക്കി കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഉണർത്തലാണ്, തദ്കീറാണ്. വിട പറഞ്ഞു പോയ സഹോദരങ്ങൾക്ക് അല്ലാഹു ഷഹാദത്തിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. എന്നാൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ, ഒന്നുമറിയാതെ സമാധാനത്തോടുകൂടി ഏറെ പ്രതീക്ഷയോടെ നിങ്ങൾ നിർമ്മിച്ച ഭവനത്തിൽ, സുരക്ഷിതമാണ് എന്ന് നിങ്ങൾ കരുതിയ ആ ഭവനത്തിൽ നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണം നിങ്ങളെ പിടികൂടുകയില്ല എന്ന് നിങ്ങൾ കരുതിയോ? അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ദുഹൻ വഹും യൽഅബൂൻ, ഇനി ഉറങ്ങുന്ന സമയമാകണമെന്നില്ല, നിങ്ങൾ അതിസന്തോഷത്തോടുകൂടി വിരഹിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അവിടെയും അള്ളാഹുവിൻ്റെ പരീക്ഷണം നിങ്ങളെ വന്ന് പിടികൂടുകയില്ല, പകൽ സമയത്ത് പരീക്ഷണം നിങ്ങൾക്കുണ്ടാകുകയില്ല എന്ന് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ഇല്ല. റബ്ബിൽ തവക്കുൽ ചെയ്യുകയും എപ്പോഴും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി നന്മയുള്ള തഖ്വയുള്ള ആളുകളായി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ചില മൃതദേഹങ്ങളുടെ അരികിലേക്ക് അൽഹംദുലില്ലാ സന്നദ്ധ പ്രവർത്തകരായ ഒരുപാട് യുവാക്കൾ, അള്ളാഹു അവർക്ക് ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. ആ സഹോദരങ്ങൾ രക്ഷിക്കാൻ വേണ്ടി ചെന്ന വേളയിൽ പലരും പറയുന്നത്, ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ സമയം കിട്ടാത്ത മനുഷ്യർ. പാഠമാണ് സഹോദരങ്ങൾ.
അള്ളാഹുവിന്റെ വിളിയെത്തിയാൽ ഏത് ഘട്ടത്തിലും ഇവിടെ നിന്ന് മടങ്ങിപ്പോവേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഈ ദുനിയാവിലെ ഏത് സ്ഥലത്ത് വെച്ചാണ്, കരയിൽ വെച്ചോ സമുദ്രത്തിൽ വെച്ചോ വായുവിൽ വെച്ചോ എവിടെ വെച്ചാണ് മനുഷ്യ നിന്റെ റൂഹിനെ പിടികൂടപ്പെടുകയെന്നുള്ളത് നിനക്കറിവില്ലാത്ത കാര്യമാണ്. മാത്രമല്ല നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് നിനക്കറിവില്ലാത്ത കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നു. അതുകൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് തഖ്വയുള്ള ആളുകളായി ജീവിക്കുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. മാത്രമല്ല വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്, നാളെ പരലോകത്തേക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. വത്തഖുല്ലാഹ്, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ആവർത്തിക്കുന്നു. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി അറിയുന്നവനത്രേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ നമ്മളുടെ സഹോദരങ്ങൾക്കുണ്ടായ പ്രയാസങ്ങളിൽ കൂടെ നിൽക്കണം. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. കരുണ കാണിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ഉപരിയിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഒരു മുഅ്മിനിന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ കൂടെ നിൽക്കണം. സാധിക്കാവുന്നതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കണം. അങ്ങനെ എന്തെല്ലാം നമുക്കാകുന്നുവോ പ്രാർത്ഥന കൊണ്ടും അതുപോലെ തന്നെ സഹായം കൊണ്ടും നമ്മളുടെ സഹോദരങ്ങളെ നമ്മൾ സഹായിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ്. വിട പറഞ്ഞു പോയ സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുകയും രക്തസാക്ഷികളുടെ പ്രതിഫലം നൽകി സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹു ആ പരീക്ഷണത്തിൽ ക്ഷമ അവലംബിക്കുവാൻ റബ്ബിന്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനുമുള്ള തൗഫീഖ് അവർക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുകയും ശാന്തിയും സമാധാനവും അവരുടെ ജീവിതത്തിലേക്ക് തിരികെ നൽകുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا. اللهم اجمع كلمتهم، اللهم وحد صفوفهم وسدد رميهم واشف مرضاهم وداو جرحاهم وعاف مبتلاهم وأطعم جائعهم وتقبل شهداءهم برحمتك يا أرحم الراحمين. اللهم حرر الأقصى من الكفرة الظالمين وارزقنا فيه صلاة قبل الممات. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.